ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് E400 ക്യാപ്സ്യൂളിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ EVOണിനെ കുറിച്ച്. ഒരുവിധം എല്ലാ വീടുകളിലും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു EVOന്റെ ക്യാപ്സ്യൂള്. എന്നാൽ ഒത്തിരി ബെനിഫിറ്റ്സ് അടങ്ങിയ ഈ ഒരു ക്യാപ്സ്യൂള് എന്തിനാ ശരിക്കും കഴിക്കുന്നതെന്നറിയോ? ബിഫോർ മാരേജ് ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തിരുന്ന ഒരു ക്യാപ്സ്യൂളായിരുന്നു ഇത്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ ഹെയറിനും ഒരേപോലെ ബെനിഫിറ്റ്സ് തരുന്ന ഒരു ക്യാപ്സ്യൂള്. ഞാൻ ഈ ഒരു ക്യാപ്സ്യൂളിനെ കുറിച്ച് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന എൻ്റെ ഡോക്ടറുണ്ട്, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്യാപ്സ്യൂൾ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ആദ്യമേ അറിയില്ലായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. ഞാനിതിപ്പോൾ കഴിച്ചാണ് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ഉള്ളിലോട്ട് കഴിക്കാനുള്ളതല്ല, മോൾക്ക് വേണമെങ്കിൽ ഇത് ഹെയറിലോ സ്കിന്നിനോ അപ്ലൈ ചെയ്യാം, പക്ഷേ ഡയറക്റ്റ് നമ്മളത് ഉള്ളിൽ കഴിക്കുന്നതിൽ ഡോക്ടർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് ഒരുപാട് ഡോസുള്ള ഒരു ക്യാപ്സ്യൂളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ലോങ് ടേം യൂസിന് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാനതെൻ്റെ സ്കിന്നിനായാലും ഹെയറിനായാലും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപ്സ്യൂളാണ്. ഇപ്പോഴും എനിക്ക് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എനിക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഹെയർ ലോസിന് ഞാൻ ഈ ഒരു ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു മിറാക്കിളാണ്. കാരണം നല്ലപോലെ എനിക്ക് ഹെയർ ലോസും നിന്നു. എല്ലാത്തിനും ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ഒരു ക്യാപ്സ്യൂൾ. ഇനി ഡെലിവറിക്ക് ശേഷം ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ അടുത്തൊന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതൊന്ന് യൂസ് ചെയ്താൽ മതി. അല്ലാത്തവർ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്താലും മതി. ഇത് നമ്മളുടെ സ്കാൽപ്പിനും ഹെയറിനെയൊക്കെ നൂറിഷ് ചെയ്യാനും അതുപോലെ ചില കേസസിൽ ഹെയർ നല്ല ഷൈനായിട്ടൊക്കെ എടുക്കുന്നു ചിലർ പറയാറുണ്ട്. അപ്പോൾ എനിക്കിത് ഹെയറിനും സ്കിന്നിനും ഒരുപോലെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ ഒരു ക്യാപ്സ്യൂളാണ്. അതാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. സോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ.